യുഖ്ബഉ ലന്നയാണ് ഒരു ഫിഇല്, ഹസ്ബത്തു എന്നതാണ് വേറൊരു ഫിഇല്, അദ്ദയാണ്, അൽഫയാണ്, അലിമയാണ്. അവിടെ ഇപ്പം ഫായിലിനെ കൂട്ടിയാ പറഞ്ഞേക്കുന്നത് ഹസ്ബത്തു എന്നൊക്കെ ഒരിടത്ത്. പിന്നെ ലന്ന എന്നതിന് അവിടെ അർത്ഥം വച്ചല്ലേ ചെങ്ങമേലോടെ. ഖാലയുമാണ് വേറൊരു ഫിഇല്, ലാബിമാന തക്കബ്ബർ, തക്കബ്ബറ എന്ന മായന കൊണ്ടുള്ള ഖാലയല്ല. തക്കബ്ബറ എന്ന മായന കൊണ്ടുള്ള ഖാലയാകുമ്പോ അതിന് ഒരു മഫൂലാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ മഫൂലേ കാണത്തില്ല ലാസിമായ ഫീലാകുമ്പോ. നഹ്വു അന്നഹും യറൗന അല്ലല്ല ഖിൽതു സൈദൻ ഫാദില. നഹ്വു എന്നുള്ളത് നമ്മുടെ ബാബിന്റെ നഹ്വാണ്, തക്കബ്ബറ എന്ന മായന കൊണ്ടുള്ള നഹ്വു അല്ല. ബാബിന്റെ നഹ്വ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, ബാബ രണ്ടു മഫൂല് പറയുന്നതല്ല ബാബ്, അതിന്റെ നഹ്വു ആണ് അത്. ഖിൽതു സൈദൻ ഫാദില. അങ്ങോട്ടും കൊണ്ട് ചാടി പോകണ്ട, അൻസാരി തെരച്ചെടുക്കും, ഞാൻ അൻസാരിക്ക് ഇത് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കുന്നത് അൻസാരിക്ക് അറിയാൻ പറ്റുന്ന ലീവേ വേണ്ട. അന്നഹും യറൗനഹു, ഇന്നഹും അവര് യറൗനഹു എന്താ ഖിൽതു സൈദൻ, സൈദിനെ ഞാൻ ഭാവിച്ചു, ഫാദിലൻ അവൻ ശ്രേഷ്ഠവാനാണെന്ന്, അല്ലെങ്കിൽ ബാക്കിയാക്കുന്നവനാണെന്ന്, അങ്ങനെയൊക്കെ വാനുണ്ട്. റഅയാണ് ലാബിമാന അബ്സറ, കണ്ടു എന്ന മാനയ്ക്കുള്ളതല്ല, ഭാവിച്ചു എന്ന മാനയ്ക്കുള്ളതാണ്. അല്ലെങ്കിൽ റഅ എന്നതിന് അടിച്ചു എന്ന മാനയുണ്ട്. റഅയ്തു സയ്യിദ എന്ന് പറയും, സയ്യിദിനെ വേട്ടമൃഗത്തിനെ ഞാൻ അടിച്ചു എന്നൊക്കെ പറയും. റഅ സയ്യിദുൻ കദാ, സയ്യിദിനെ കണ്ടു, അതൊറ്റ മുത്താന്തി ഒന്നിലേക്ക് വിട്ടു. റഅയ്തു സയ്യിദൻ, സയ്യിദിനെ ഞാൻ കണ്ടു. അപ്പൊ കണ്ടു എന്നുള്ള മാന ഒന്നേ ഉള്ളൂ, ഒരു മുമ്പിലേക്ക് ഇട്ട് കൊടുക്കും. ഭാവിച്ചു എന്ന മാനയാകുമ്പോഴാണ് രണ്ടു മുമ്പിലേക്ക്. അന്നഹും ഇന്നഹും അവർ, യറൗനഹു അതിനെ അവർ ഭാവിക്കും, ബഈദൻ അടാ ബഈദായിക്കൊണ്ട് വളരെ വിദൂരമായിക്കൊണ്ട് ഭാവിക്കും. വനറാഹു നാം അതിനെ ഭാവിക്കും അടുത്തായിക്കൊണ്ട് ഭാവിക്കും. അല്ലാ ഹജ ലാബിമാന ഖസദ, കരുതി എന്ന മാനയ്ക്കുള്ളതല്ല. കരുതി എന്ന് മാനയുണ്ട്, മടക്കി എന്ന് മാനയുണ്ട്, തൊളിച്ചു എന്ന് മാനയുണ്ട്, ഹിഫ്ദ് ചെയ്തു എന്ന് മാനയുണ്ട്, മറച്ചു വെച്ചു എന്ന് മാനയുണ്ട്, വാലിബായി എന്ന മാനയുണ്ട്, അങ്ങനെ കുറെ മാനയുണ്ട്. ഇവിടെ ഭാവിച്ചു എന്ന് ഖഖലിഹി ഖദ് കുന്തു അഹ്ജു ആബാ അംരിന്ന ഖൻസിഖത ഹത്താ ആലമത് ബീനാ യൗമൻ മുലിമാതു. അഹ്ജു ഞാൻ ഭാവിച്ചു, അബാ അംരിൻ അബു അംറിനെ, അബാ എന്നുള്ള മഫൂല്, അംരിൻ മുദാഫ് ഇലൈഹി, മഫൂൽ നസ്ബ് അലിഫുണ്ട് ആയതിനാൽ. എന്തായിട്ട് ഭാവിച്ചു? അഹൻ സഹോദരനായിട്ട് ഭാവിച്ചു, അത് രണ്ടാം മഫൂല്. എങ്ങനത്തെ അഹ്? സിഖത്തൻ വിശ്വാസയോഗ്യനായ സഹോദരനായിട്ട് ഭാവിച്ചു. ഏതുവരെ? ഹത്താ അലമ്മത്ത് ഇറങ്ങുന്നതുവരെ. അലമ്മ 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 ഇറങ്ങുക, അലമ്മത്ത് അലമ്മ ഇറങ്ങുക, ഫായില് വരെ എന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞതാ. യൗമൻ ബിന നമ്മളിൽ, യൗമൻ ഒരു ദിവസത്തിൽ, മുലിമാത്തുൻ കാലവിപത്തുകൾ,
കാലവത്തുകൾ ഇറങ്ങുന്നവരെ നമ്മൾ നല്ലവനായിട്ടാണ് ഭാവിച്ചത്. സംഗതി വെള്ളം കയറിയപ്പോൾ അവനും പോയി, നമ്മളെ രക്ഷപ്പെടുത്തില്ല. എന്താ തിരിഞ്ഞോ? അപ്പൊ ഇവിടെ അഹജു എന്നുള്ള ഹജായ അഹജു, അഹജു ഞാൻ ഭാവിച്ചു, അബാമ്രിനെ അഹന്തിക്കത്തനായി കൊട്ട് ഭാവിച്ചു. ഏതുവരെ താലമ്മത്തുബിന വജത്തു ആണ് ലാബിമാന സ്വബുത്തു, എത്തിച്ചു എന്ന മാനയ്ക്ക് അല്ല. എത്തിച്ചു എന്ന മാനയാണെങ്കിൽ ഒരു മഫൂല് കാണും. നഹ്വു തജിദൂഹു നിങ്ങളതിനെ ഭാവിക്കുന്നുണ്ട്. ഇൻദല്ലാഹി അല്ലാഹുവിന്റെ അടുക്കൽ അതിനെ നിങ്ങൾ എന്തു ചെയ്യുന്നതാണ്? ഹുവ ഖൈറനായിക്കൊണ്ട് നിങ്ങൾ അതിനെ ഭാവിക്കുന്നു. ലാബിമാന അസ്വബുത്തു എടാ സ്വവാബെത്തിക്കുക, ശരിയെത്തിക്കുക എന്ന മാനക്കല്ല, എത്തിക്കുക എന്ന മാനക്കാണ്. അങ്ങനെ നോക്കണം. തജിദൂഹു നിങ്ങൾ അതിനെ എത്തിക്കും. അല്ലാഹുവിന്റെ അടുക്കൽ ഹുവ ആ സംഗതി ഖൈറായിട്ട് എത്തിക്കും. ഹുവ എന്നുള്ള ഫസലിനെ ദമീറാക്കണം കേട്ടാ. ഖൈറൻ എന്നുള്ള രണ്ടാം മഫൂലാക്കണം. തജിദൂഹു എന്നുള്ളത് ഒന്നാം മഫൂലാക്കണം കേട്ടാ. ഹുവ എന്നുള്ള ഒന്നാം മഫൂല്. ലാബിമന കഫല ഏറ്റെടുത്തു എന്ന മാനക്കല്ല, വേണ്ട വാദിച്ചു എന്ന മാനക്കാണ്. അതിനെ വാദിച്ചു, ഇന്നതായിട്ട് വാദിച്ചു എന്നതിനർത്ഥം. കൗലി സഅമത്ത് അവള് വാദിച്ചു നീ എന്നെ സംബന്ധിച്ചുകൊണ്ട് ഞാൻ വലിയ വയോവൃദ്ധനാണെന്നൊക്കെ ഭാവിച്ചു. ഏത് ഹാലിൽ വലസ്തു ഞാനല്ല ബിശൈഖിൻ വയോവൃദ്ധനൊന്നും അല്ല. ഇന്നമശൈഖു തീർച്ചയായും വൃദ്ധന്മാര് ചിലരാണ്. യദിബ്ബു കാലടിപ്പിച്ചു നടക്കും. യദിബ്ബു ഒരു നടക്കും ദബീബ കാലടിപ്പിച്ചവരായ നിലയിൽ. ദബ്ബയുടെ മാന കേട്ടോ, നടത്തത്തിൽ കാലടിപ്പിച്ചവരായ നടക്കും എന്ന്. യദിബ്ബു എന്നതിന്റെ മാനയിൽ കാലടിപ്പിച്ച് നടക്കുമെന്ന് അർത്ഥം വെക്കല്ലോ. യദിബ്ബിൽ വെറും നടക്കുമെന്ന് മനക്കണം. പിന്നെന്ത് ചെയ്യണം? ദബീബൻ എന്നുള്ളതിന് കാലടിപ്പിക്കുന്നു. അപ്പൊ കാലടിപ്പിച്ച് നടപ്പിക്കുന്നവരായിട്ട് അവരാണ് ശൈഖന്മാർ. ഇല്ല ഞാനല്ല. ആ പെണ്ണിനെ പറ്റി അങ്ങനെയൊക്കെ വാദിച്ചു. ഞാൻ എന്ത് ചെയ്യാനാ? സഅമ, സിഇമ, സുഉമ മൂന്ന് മാനയ്ക്കും പറയാറുണ്ട്. കഴിഞ്ഞു. വയുഖ്ബഹു മോശമാക്കപ്പെടും. അല്ലിൽഗാഉ അമല് കൊടുക്കാതിരിക്കൽ. ഇൻജാതി ഫീലുകൾ വന്നാൽ ഉവല അത് ഒന്നാം മഫൂലാണ്. അല്ല മഫൂലാണത്. ലർഫായിട്ട് വെക്കാം. മഫൂല് ബിയായിട്ട് ഉവല. ഉവല എന്നുള്ളത് ഊല എന്നതിന്റെ ജമാണ്. വൽമുഅന്നദ് ഫുദല തദ്നിയതുഹുമാ ഫുദലാനി വഫുദലയാനി വജമഉ മിൻഹുമാ ഫുദലൂന വഫാദിലു വഫുദലു ഫുദലയാൻ. അനക്ക് ഊവല അവ്വലി എന്നതിന്റെ അവ്വൽ ആദ്യം. അവ്വലിന്റെ അർത്ഥം എന്തോ? ഫിഇലില്ലാത്ത അഫലത്തെ ഫുദലാണിത്. ഇനി ഫിഇലില്ല, മനസ്സിലായില്ല. അവ്വൽ എന്നതിന്റെ മഅന കൊണ്ടുള്ള അസ്ബക്ക്, സബക്ക അസ്ബക്ക മുൻകടന്നത്. അപ്പൊ അസ്ബക്കിന്റെ മഅനക്കുള്ള അവ്വല്. ആ അവ്വലിന്റെ ഇസ്മു തഫ്ദീലിൽ നിന്നുള്ള മുഅന്നത്തിന്റെ ജംഉ ആണ് ഏത്? അതായിരിക്കും നാളെ തറയ്ക്ക് ചോദിക്കുന്നത്, പരീക്ഷയ്ക്ക് വെക്കുന്നത്. ഉവല എന്ത് ലഫ്ള്? അസ്ബക്ക് എന്ന മാന കൊണ്ട് അവ്വൽ എന്ന മാനയ്ക്ക് വരും. ആദ്യത്തിൽ, ഏറ്റവും ആദ്യത്തിൽ എന്നാണ് അവ്വലിന്റെ അർത്ഥം. ഏറ്റവും ആദ്യത്തിൽ. അവിടെ അവല, അവല, അവവല, അവുവല അങ്ങനൊന്നുമില്ല കേട്ടാ. അസ്ബക്കിന്റെ മാനയ്ക്ക് അവ്വൽ എന്ന ഇസ്മ വരാറുണ്ട്. അപ്പൊ ആ അസ്ബക്കിന്റെ അർത്ഥം എന്താ? ഏറ്റവും ആദ്യത്തത്, ഏറ്റവും മുൻകടന്നത്. മുൻകടന്നത് ആദ്യത്തിലെ മുൻകടക്കാം, രണ്ടാമത്തെയാണ് മുൻകടക്കുന്നത്.
അപ്പൊ അസ്ബഖിന്റെ മഅന കൊണ്ടുള്ള അവ്വല്, ആ അവ്വലിൽ നിന്നുള്ള മുഅന്നസാകുന്ന ഊല, ആ ഊലയുടെ ജംആകുന്ന ഉവല്. അപ്പൊ എന്താ അർത്ഥം പറ്റി? ഏറ്റവും ആദ്യങ്ങളിൽ സംഭവിച്ചാൽ എന്ന അർത്ഥം വന്നു. തിരിഞ്ഞോ? അപ്പൊ ഫീല് ലഫദിന്റെ ഭാഗത്തിൽ കൂടി ഫിഇലില്ലാത്ത അഫ്അലു തഫ്ളീലാണ്. ആ അഫ്അലു തഫ്ളീലാകുന്ന അവ്വല്, ആ അവ്വലിന്റെ മുഅന്നസാകുന്ന ഊല, ആ മുഅന്നസാകുന്ന ഊലയുടെ ജംആകുന്ന ഉവല. മനസ്സിലായില്ലേ? എന്ത് ഫുളുല എന്നതാണ് ഫളുല എന്നതിന്റെ മുഅന്നസ്. അതിന്റെ അഫ്അലു തഫ്ളീലാകുന്ന ഫുളല്, അത് മുദക്കർ. അതിന്റെ മുഅന്നസാണ് ഫുളുല. ഫുളുല എന്നതിന്റെ തസ്നിയാണ് ഫുളുലയാനി. അഫ്ളലിന്റെ തസ്നിയാണ് അഫ്ളലാനി. അല്ലേ? അസ്മു തഫ്ളീലു മിന്നു അഫ്ളലു വൽ മുഅന്നസു ഫുളുല. ഇനി അതിന്റെ തസ്നിയല്ലേ പറയുന്നേ? അഫ്ളലാനി വഫുളലാനി. വജംഉഹുമാ, അഫ്ളലാനിയുടെ ജംഅ ഏതാ? അഫ്ളലൂന. മനസ്സിലായില്ല? പിന്നെയോ അഫാദിലു, അങ്ങനെ ഒരു ജംഅുണ്ട്, അഫാദിലു. പിന്നെ അടുത്ത ജംഅ ഏതാ? ഇനി മുഅന്നസിന്റെ ജംഅ പറയണത് ഫുളലു. പിന്നെ ജംഅ ഫുളലയാത്ത്. അങ്ങനെയല്ലേ ബാബ് തീരുന്നേ? അങ്ങനെയല്ലടാ അതിന്റെ ബാബ് തീരുന്നേ. അത് നമ്മൾ ഫഅല സർവാക്കുമ്പോൾ അങ്ങനെ സർവാക്കി അവിടെ വരെ വരണം. ഫഅല സർവാക്കുമ്പോ എവിടെ വരണം? വൽ മുഅന്നസ് ഫുളല വരെ വരണം. മഫ്ഊലുൻ വല്ലർബു മിൻഹു മഫ്അലുൻ വല്ലാലത്ത് മിഫ്അലുൻ. മിഫ്അൽ ഒരെണ്ണം പറഞ്ഞാൽ മതി. വല്ലാലത്ത് മിഫ്അലുൻ. പിന്നെ വസ്മു തഫ്ളീലു മിൻഹു അഫ്അലു വൽ മുഅന്നസു ഫുഅല. മനസ്സിലായി? പിന്നെ അതിന്റെ തസ്നിയ പറയണം, അഫ്അലാനി ഫുഅലാനി. പിന്നെ ജംഅ് പറയും. അപ്പൊ അങ്ങനെ ഫഅല തീരുന്നത്. അങ്ങനെ സർവാക്കും ആൾക്കാർ. ഫഅലത്ത് സർവാക്കുമ്പോ ഇവിടെ വരും ഫുഅലായി വരും. ഫഅല സർവാക്കുമ്പോ അഫ്അലു വരും. മനസ്സിലായില്ല? ഫഅലിനെ സർവാക്കുമ്പോ എവിടെ വരും? ഫുളല് വരും. ജമ്മല്ലേ? ഫുളലും വരും, ഫുളലയാത്തും വരും. മനസ്സിലായില്ല? ഫഅലു സർവാക്കുമ്പോ വരും അഫ്ളലൂന വരും. അങ്ങനെയല്ല സർഫിന്റെ കോലം. ഫഅലു സർവാക്കുമ്പോ അങ്ങനെ ജമ്മാക്ക് മറ്റേനകത്ത് ജമ്മില്ലല്ലോ. അസ്മു തഫ്ളീലു മിൻഹു അതിനകത്ത് എന്തില്ല? ജമ്മില്ലല്ലോ. വല്ലർഫു മിൻഹുൽ ജമ്മുണ്ടോ? ഇല്ല. ഹർഫിൽ ജമ്മില്ലല്ലോ. വല്ലർഫു മിൻഹു മഫ്അലുൻ വല്ലാലത്ത് മിഫ്അലുൻ മിഫ്അലത്തുൻ മിഫ്അലുൻ. അങ്ങനെ എഴുതി. മനസ്സിലായില്ല? പിന്നെ ഏതാ? അസ്മു തഫ്ളീലു മിൻഹു അഫ്അലു. ഉറക്കെ പറ. ആലത്തിന് ഇസ്മിലുണ്ടോ? ഉണ്ട് സർവാക്ക്. വല്ലർഫു മിൻഹു മഫ്അലുൻ വല്ലാലത്ത് മിഫ്അലുൻ മിഫ്അലത്തുൻ മുഅന്നസുണ്ട്. ആ ഫഅലത്തിൽ മിഫ്അലത്ത് വരും. ഫഅലയിൽ മിഫ്അൽ വരും. അപ്പൊ പിന്നെ മഫലാനി ഉണ്ട്. അതന്നെ മഫലാനി വരും. ഫഅല എന്നതിനകത്ത് മഫലാനി വരും. ഫഅലു എന്നതിനകത്ത് എന്ത് വരും? മഫഅലൂന വരും. മഫായിലും വരും. തിരിഞ്ഞോ? അങ്ങനെ തന്നെ സർഫ് കണക്കിൽ വരേണ്ടത് അവിടം വരെ വേണ്ടത്. അങ്ങനെയാണ് അവിടേക്ക് പറഞ്ഞു സർഫാക്കി കൊടുക്കുന്നത് അവര്. അങ്ങനെ ഒരു യൂട്യൂബിൽ നമ്മൾ കണ്ടായിരുന്നു. ഫഅല സർഫാക്കിയിട്ട് ജലസ സർഫാക്കിയിട്ട്. അപ്പൊ ഉവല ആദ്യം ഫീലുകൾ വന്നു, പിന്നെ രണ്ട് മഫൂലും വരുമ്പോ പിന്നെ അവിടെ ഇറാബ് പിന്നെ അമല് കൊടുക്കാതിരിക്കുന്ന നല്ല പണിയാണ്. അമല് കൊടുക്കണം. അതാ വൽ വയുഖ്ബഹു മോശമാക്കപ്പെടും. അൽഇൽഗാഉ അമല് കൊടുക്കാതിരിക്കൽ. ഈ ഫീലുകൾ വന്നാൽ ഉവല
ആദ്യങ്ങളിൽ വന്നാൽ എന്താ അല്ലിൽഗാവു അയിൽ ഇഹ്മാലു വേണ്ടാ ഇൻജാഅത്തിന്റെ ഫായിലാണ് ഹാദിഹിൽ അഫ്ആലു ഉവല എന്നതാണ് ഐ ഇദാ തഖദ്ദമത് ഹാദിഹിൽ അഫ്ആലു ഈ ഫീലുകൾ മുന്തിയാൽ അലൽ മുബ്തദഇ വൽ ഖബരി ഖബർ മുബ്തദയേക്കാൾ മുന്തിയാൽ ലം യജുസ് അനുവദനീയമല്ല അൽ ഇഹ്മാലു അമല് കൊടുക്കാതിരിക്കൽ ബൽ പിന്നെന്ത് വേണം മുന്നോട്ടല്ലേ സക്കീറേ തന്നെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പോലെ ബൽ യജിബു നിർബന്ധമാകും അൽ അൻസാരിയം കാണും അൽ ഇഅ്മാലു അമല് കൊടുക്കൽ ബൽ യജിബുന്ന് യുഖ്ബഹു എന്നതിന്റെ ലാസിമായ മേന മോശമാണ് കൊടുക്കാതിരിക്കില്ല കേട്ടോ. അപ്പൊ കൊടുക്കൽ എന്തായി? നിർബന്ധമില്ലേ? കൊടുക്കാതിരിക്കൽ മോശമാണ്. അപ്പൊ എന്തായി? കൊടുക്കണമെന്നൊന്നില്ലേ? കൊടുക്കണം എന്നൊന്നില്ലേ? കൊടുക്കാതിരിക്കൽ മോശമാക്കപ്പെടും. അപ്പൊ കൊടുക്കൽ നിർബന്ധം. അതാണ് ബൽ യജിബു എന്നുള്ളത് യുഖ്ബഹു എന്നതിന്റെ ലാസിമായ മഅന എന്ന് പറയും. അതിന് നമ്മൾ ലാസിമൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഒരു ലഫ്ദിനെ സംബന്ധിച്ചിടത്തോളം മുത്താബഖിയായ മഅനയുണ്ട്, തളമ്മുനിയായ മഅനയുണ്ട്, ഇൽത്തിസാമിയായ മഅനയാ പറഞ്ഞത്. ബൽ യജിബുൽ ഇഅ്മാലു ഇൻദൽ ബസരിയ്യന വല തഖൂലു നീ പറയരുത്, ഇതനുസരിച്ചുകൊണ്ട് നീ പറയുകയില്ല. പറയരുതെന്നല്ല, പറയുകയില്ല. അങ്ങനില്ലേ? നിങ്ങൾ കിതാബിനകത്ത് കാണത്തില്ല അല്പം. വല തഖൂലു നീ പറയുകയില്ല. ലനന്തു ജയ്ദുൻ എന്ന് പറയുകയില്ല. ഞാൻ ഭാവിച്ചു ജയ്ദാകുന്നു ഖായിമാകുന്നു. മുബ്തദ ഖബറായിട്ടങ്ങ് പറയാം. ലനന്തോടെ നിർത്തുകയും ചെയ്യാം. ബിർറഫി റഫ്ഉ കൊണ്ട് പറയുകയില്ല. വേണ്ടാ? അല്ല ബിർറഫി എന്റെ അതിനകത്ത് നിങ്ങൾ വായിച്ചതില്ല. എന്റെ അതിനകത്ത് വലാ തഖൂലേ ഉള്ളൂ. ബൽ യജിബുൽ ഇഅ്മാലു അമല് കൊടുക്കൽ ജായിസാകും ഇൻദൽ ബസരിയ്യീന. അവിടെ എഴുതി കൊടുത്താണ്. തഖൂലു നീ പറയും. ലനന്തു സൈദൻ ഖായിമൻ എന്ന് പറയും. ബിൻ നസ്ബി നസ്ബ് കൊണ്ട് തന്നെ പറയണം. നീ പറയുകയില്ല സൈദുൻ ഖായിമുൻ ബിർറഫി. ഇതിനെ ഞാൻ പറയുന്നു ഖിലാഫൻ ലിൽ കുഫക്കാർക്ക് ഖിലാഫായിക്കൊണ്ട്. അഖൂലു ലക ഞാൻ തന്നെ ഖിലാഫൻ ഈ മുഖാലിഫന്റെ മാനയ്ക്ക്. ഖിലാഫൻ എന്നുള്ളത് ഇസ്മു മസ്ദറാണ്, മുഖാലിഫിന്റെ മാനയ്ക്കുള്ളതാണ്. ഞാൻ തന്നെ എതിര് കാണിച്ചവരായ നിലയിൽ. അല്ല ഇനി ഖിലാഫുൻ എന്ന് വായിച്ചവരുണ്ട് കളയുടെ ഉത്തരവരായിട്ട്. ഈ പറയപ്പെട്ടതാകുന്നത് ഖിലാഫുൻ എതിരായതാകുന്നു ലിൽ കുഫീൻ. ഖിലാഫൻ എന്ന് തന്നെ വായിക്കണമെന്നൊന്നുമില്ല. പരീക്ഷയ്ക്ക് ഖിലാഫുനൊന്നും വായിച്ചാൽ മതി. ഖിലാഫുനൊന്നോ അങ്ങനെ വായിക്കാമല്ലോ. എന്നാ പിന്നെ അങ്ങനെ വായിക്കാമല്ലോ അവിടെ. അവ പറയും കളയപ്പെട്ടത് കളയപ്പെടലും ഇല്ല. തഖ്ദീറും തഖ്ദീർ ഇല്ലായ്മയും തമ്മിൽ നോക്കുമ്പോ തഖ്ദീർ ഇല്ലായ്മയാണ് അല്ല. അങ്ങനെ അറിയത്തില്ല. അങ്ങനെന്ന് പറയണമൊന്നുമില്ല. ഖിലാഫൻ എന്ന് വായിക്കാം. ഖിലാഫൻ എന്ന് വായിക്കും മസ്തറാവും. മസ്തർ പറഞ്ഞിട്ട് സുഫായിലെ മാനക്കാണ്. അത് തന്നെയല്ല. അല്ലെങ്കിൽ പിന്നെ ഖാലഫ യുഖാലിഫു മുഖാലഫത്തൻ ഖിലാഫൻ എന്ന് മസ്തറാക്കിയിട്ട് മനസ്സിലായില്ല. അത് മുഖാലിഫൻ എന്നതിന്റെ മാനയ്ക്ക്. ദർബ് പറഞ്ഞിട്ട് നാരിബിന്റെ മാന ഉപയോഗിക്കും. അദില് പറഞ്ഞിട്ട് ആദിലിന്റെ മാന ഉപയോഗിക്കും. അപ്പൊ മജാസിയായ പ്രയോഗമാണെന്ന് പറയേണ്ടി വരും. മുഖാലിഫൻ ഖാലഫയിൽ നിന്നുള്ള ഖിലാഫാണ്. ഖാലഫയിൽ നിന്നുള്ള ഖിലാഫാകുമ്പോൾ അത് മസ്തറായി. ആ ഖിലാഫൻ എന്നതിന് മുഖാലിഫൻ എന്ന ഇസ്മു ഫായിലിന്റെ മാനയാണ്. മുഖാലിഫൻ ഞാൻ തന്നെ എതിര് പറഞ്ഞവനായ ഹാലിൽ. അത് ഹാലായിട്ട് തറക്കി വെക്കും.
ആരോട് എതിര് കാണിച്ചു? ലിൽ കുഫീന. അവിടെ ബസറക്കാരും കൂഫക്കാരും എന്നും പറഞ്ഞ് ശാരി എടുത്തു. മുസന്നിഫിന്റെ കലാമിൽ അതൊന്നും കാണുന്നില്ല. ഉണ്ടാ അതിനിപ്പോ എന്ത് ചെയ്യും? അതിനിപ്പോ എന്താ ചെയ്യും നമ്മള്? وعلقت حيث مصدر فصل അങ്ങനല്ല. പിന്നെ അവിടെ കൂഫക്കാരും ബസറക്കാരും തമ്മിൽ ഖിലാഫുണ്ട് എന്ന് മുസന്നിഫിന്റെ കലാമീന്ന് കിട്ടുമോ?